ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് നമ്മുടെ 2026 പരീക്ഷ പ്രതീക്ഷിക്കുന്ന ഒരുപാട് ഫോഴ്സ് നോട്ടിഫിക്കേഷൻസ്, അതായത് യൂണിഫോം തസ്തികയിലേക്ക് ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒരുപാട് ഡിസംബർ അവസാനത്തോടു കൂടി തന്നെ 2025 ഡിസംബർ അവസാനത്തോടു കൂടി തന്നെ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ തസ്തികയിലേക്ക് ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ അവസരം തന്നെയാണ് വീണ് കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം, കേരള സർക്കാരിന്റെ യൂണിഫോം തസ്തികകളിലേക്ക് ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് അവസരങ്ങളാണ് വന്നിട്ടുള്ളത്. ഇത് കൂടാതെ മറ്റ് പോസ്റ്റുകളിലേക്കും, യൂണിഫോം തസ്തികകൾ അല്ലാത്ത പോസ്റ്റുകളിലേക്കും VFA, കമ്പനി ബോർഡ്, LGS അങ്ങനെ നിരവധി മറ്റ് തസ്തികകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരൊറ്റ പഠനത്തിലൂടെ ഒരുപാട് തസ്തികകളിലേക്ക് നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും എന്ന ഒരു നല്ല അവസരമാണ് ഈ വർഷം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു യൂണിഫോം തസ്തികകളിലേക്ക് മാത്രം ഒരു പഠിക്കുന്ന ഉദ്യോഗാർത്ഥി എന്തൊക്കെ കാര്യങ്ങളാണ് അവന്റെ പഠനത്തിൽ ശ്രദ്ധിക്കേണ്ടത്, എന്ത് രീതിയിലുള്ള പഠനമാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. നമുക്കറിയാം, PSC പരീക്ഷകളിലൂടെ 2026 തന്നെ നടക്കുന്ന യൂണിഫോം തസ്തികകളിലേക്കുള്ള ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി നമുക്ക് നിലവിൽ ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് ആണ് PSC പുറപ്പെടുവിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ നോക്കിയേ, 550/2025 വിമൻ പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ കറന്റ്ലി നിങ്ങൾ യോഗ്യരാണ് എങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ഉണ്ടാവും. കൃത്യമായിട്ട് അത് നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഓക്കെ ആണല്ലോ. അതിനുശേഷം 151/2025 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്ന ഒരു നോട്ടിഫിക്കേഷനും ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ആക്റ്റീവ് ആണ്. അപ്പം ഈ ഒരു തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ വുമൻസിന് മാത്രമാണ് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്താണ് 552/2025 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ. അതായത് ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടി യോഗ്യരായവരാണ് എങ്കിൽ നിങ്ങൾ ഇവിടെ ആപ്ലിക്കേഷൻ അയക്കണം. അവിടെ അറിയാം, നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിനെ കൂടാതെ ആ ഡ്രൈവിംഗ് മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളും കാണും. അധികം കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു പോസ്റ്റ് ആയിരിക്കും ഇത്. പിന്നീട് നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിലൊക്കെ നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് അധികം എഫർട്ട് ഇല്ലാതെ പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് എത്താൻ സാധിക്കും. ഇനി നോക്കിയേ, പുരുഷന്മാർക്ക് അപേക്ഷിക്കാൻ പറ്റിയ മറ്റൊരു പോസ്റ്റാണ് 563/2025 പോലീസ് കോൺസ്റ്റബിൾ ആംഡ് പോലീസ് ബറ്റാലിയൻ. ഇതില് ഒരുവിധം ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റും. ഏജ് ക്രൈറ്റീരിയ നോക്കി അപേക്ഷിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് 563/2025 സിവിൽ എക്സൈസ് ഓഫീസർ. ഇത് +2 ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഫോഴ്സിലേക്കുള്ള നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പരും പേരുകളുമാണ് പറയുന്നത്. ഇനി ഡിഗ്രി ലെവൽ യോഗ്യരായവർക്ക് മറ്റ് ചില പോസ്റ്റുകൾ കൂടി ഉണ്ട് എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. ഡിഗ്രി യോഗ്യതയുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് നിങ്ങളുടെ പ്രൊഫൈലിൽ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്ത് നോക്കുക. കേട്ടല്ലോ. ഇപ്പൊ ഇത്രയും പോസ്റ്റുകൾ 1, 2, 3, 4, 5 ഇതിലൊരു 3 പോസ്റ്റ് ഒട്ടുമിക്ക ആളുകൾക്കും അയക്കാൻ പറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പറഞ്ഞ ഡ്രൈവറും അതുപോലെ തന്നെ വുമൺ പോലീസ് കോൺസ്റ്റബിളും എടുത്തു കഴിഞ്ഞാൽ അത് സ്പെഷ്യലൈസ്, അതായത് സ്ത്രീകൾക്കും അല്ലെങ്കിൽ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ ഡ്രൈവിംഗിന്റെ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് അയക്കാൻ പറ്റും. ബാക്കി പോസ്റ്റുകളിലെല്ലാം മിക്കവാറും എല്ലാവർക്കും അപേക്ഷിക്കാൻ തന്നെ പറ്റും. ഈ അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസർ ഇത് നിലവിൽ അപേക്ഷിക്കാനുള്ളതല്ല. നമ്മളൊരു 2025 ഒക്ടോബർ മാസത്തിലൊക്കെ അപേക്ഷ അയച്ച ഒരു പോസ്റ്റ് ആണ്. പക്ഷെ ഇതിന്റെ ഒരു എക്സാമും ഈ പറയുന്ന എക്സാമുകളുടെ ഏകദേശം അതേ സമയത്ത് തന്നെ ആയിരിക്കും നടക്കാൻ സാധ്യതയുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ +2 യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് അയക്കാൻ സാധിക്കും. ഇത്രയും ആപ്ലിക്കേഷൻസ് നിങ്ങൾ അയക്കണം. അതിനുശേഷം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഇത് കൂടാതെ ഈ യൂണിഫോം തസ്തികകൾ കൂടാതെ മറ്റ് ജനറൽ എക്സാംസും, അത് ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, +2 ലെവൽ ആയിക്കോട്ടെ, 10th ലെവൽ ആയിക്കോട്ടെ,
7th ലെവൽ ആയിക്കോട്ടെ ഓൾറെഡി PSC നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച് കഴിഞ്ഞതാണ്. അപ്പൊ ഇതിന് ഒക്കെ ഒന്നിച്ച് നമുക്ക് പഠിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം. ഒരു PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല നീ പഠിക്കുന്നത് എന്ന കാര്യം ആലോചിക്കണം. ഇത്രയും എക്സാംസും മറ്റ് ജനറൽ എക്സാംസും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഈ കുറച്ച് സമയം, ഒരു 6 മാസ കാലയളവ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ കൃത്യമായിട്ട് പഠിച്ചു എങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെടുകയും കൃത്യമായി നമ്മൾ ഫിസിക്കൽ കൂടി ക്ലിയർ ചെയ്താൽ നിങ്ങൾക്കൊരു യൂണിഫോം തസ്തികയിലേക്കുള്ള ജോലി എന്ന സ്വപ്നം അവിടെ സാക്ഷാത്കരിക്കുകയും ചെയ്യാം. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് വേണം ഇനി തുടർന്നുള്ള നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ. വെറും ഒരു ടെക്സ്റ്റ് വാങ്ങി വെച്ച് പഠിക്കുക, ഒരു റാങ്ക് ഫയൽ വാങ്ങി വെച്ച് പഠിക്കുക എന്നതിനേക്കാൾ ഉപരി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം, അത് ഒരു ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്ക് ആണ്. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എഫർട്ട് എടുത്തുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കും. അപ്പൊ ഈ കാറ്റഗറി നമ്പേഴ്സ് മറന്നു പോകരുത്. കാരണം നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലില് ചെക്ക് ചെയ്ത് നോക്കുക. എലിജിബിൾ ആണ് എങ്കിൽ നിർബന്ധമായി നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പം ഫോഴ്സിലേക്ക് ജോലി ആഗ്രഹിക്കാതെ ജനറൽ എക്സാമുകൾക്ക് വേണ്ടി പഠിക്കുന്ന ലേഡീസും ജെന്റ്സും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ പരീക്ഷ ഒന്ന് അപ്ലൈ ചെയ്ത് പോയി എഴുതൂ. കാരണം ഒരു 1.25 മണിക്കൂർ ഒരു പരീക്ഷ ഹാളിൽ ഇരുന്ന് PSCയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് പരീക്ഷ എഴുതുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അത് വളരെ വലുതാണ്. കൃത്യമായിട്ടും ആ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്ന ഉദ്യോഗാർത്ഥികളാണ്, ഒരുപാട് പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് ഇന്ന് നല്ല നല്ല റാങ്കുകൾ വാങ്ങി നല്ല നല്ല പോസ്റ്റുകളിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ ഒഴിവാക്കി കളയരുത്. ഒരു പരീക്ഷ എഴുതാൻ നമുക്ക് സാധിക്കണം എന്ന രീതിയിൽ പോയി പരീക്ഷ എഴുതുക. ഇവിടെ 80 മാർക്ക് നിങ്ങൾക്ക് പ്രയോജനപ്രദമായ ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. ബാക്കി 20 മാർക്കാണ് ഏത് കാറ്റഗറി എടുത്താലും സ്പെഷ്യൽ ടോപ്പിക്കിൽ വരുന്നത്. ഡ്രൈവറിന്റെ കേസിന് മാത്രം എക്സെപ്ഷൻ ഉണ്ട്. ഉള്ളൂ. കാരണം ഡ്രൈവറിന്റെ എക്സാമിന് ആ ഒരു സെക്ടറിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളും ഉണ്ടാവും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇനി വരാനിരിക്കുന്ന യൂണിഫോം തസ്തികകളിലേക്കുള്ള എക്സാംസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായി. ഇനി എങ്ങനെ പഠിക്കണം, ഇവയ്ക്കെല്ലാം കൂടി എങ്ങനെ ഒന്നിച്ച് പഠിക്കണം എന്ന കാര്യമാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ റാങ്ക് ഫയൽ വാങ്ങിക്കോ, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്തോ, അതെല്ലാം വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിനെല്ലാം ഉപരി നിങ്ങൾ വാങ്ങേണ്ട അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൈവശം സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ് ഏത് എക്സാം ആണെങ്കിലും ആ എക്സാമിന്റെ സിലബസ്. ആ എക്സാമിന്റെ സിലബസ് പ്രിന്റ് ഔട്ട് എടുത്ത്, ഫോണിൽ വേണ്ട, പ്രിന്റ് ഔട്ട് എടുത്ത് ഒരു ഹാർഡ് കോപ്പി ആയിട്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. കൃത്യമായിട്ടും സമയമുള്ളപ്പോഴൊക്കെ ആ സിലബസ് എടുത്ത് നോക്കണം. ഒരുപക്ഷെ ഇംഗ്ലീഷ് അറിയാത്ത ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ പഠിച്ചു തുടങ്ങിയ അല്ലെങ്കിൽ ഇത്രയും നാൾ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ടോപ്പിക്കുകൾ, ക്വസ്റ്റ്യൻ ടാഗ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, ആർട്ടിക്കിൾസ്, ഇങ്ങനെയുള്ള ചില ടോപ്പിക്കുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിയാവുന്ന ടോപ്പിക്കുകൾ ഒന്നുകൂടി എന്ത് ചെയ്യുക, പഠിച്ചൊന്ന് ഉറപ്പിക്കുക. അതുപോലെ തന്നെ മാത്സ് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ടോപ്പിക്കുകളാണ്. ശരാശരി, അംശബന്ധം, ഈ ടോപ്പിക്കുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിയർ ചെയ്യുക. ബാക്കി നിങ്ങൾക്കുള്ള സിലബസിലെ മറ്റ് ടോപ്പിക്കുകളും നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകളോ അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ താല്പര്യം, തുടക്കക്കാരനാണെങ്കിൽ നിങ്ങൾ സ്കൂൾ ജീവിതത്തിൽ പഠിച്ചിട്ടുള്ള നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ള ടോപ്പിക്കുകൾ ആദ്യം എടുത്ത് പഠിക്കുക. അങ്ങനെ പഠിച്ച് നമ്മുടെ സിലബസിൽ നമ്മൾ ഒന്ന് ടിക്ക് മാർക്ക് ചെയ്യുക. ഞാൻ ഈ ടോപ്പിക്കുകളൊക്കെ പഠിച്ചു തീർന്നു എന്ന രീതിയിൽ ടിക്ക് മാർക്ക് ചെയ്ത് കുറെ സമയം കഴിയുമ്പോൾ, കുറെ ദിവസം കഴിയുമ്പോൾ, കുറെ മാസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ആ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോഴാണ് നിങ്ങൾ അടുത്ത ഒരു സ്റ്റേജിലേക്ക് കടക്കേണ്ടത്. ആ സ്റ്റേജ് ഞാൻ പറയാം. അപ്പം ഒരു ഉദ്യോഗാർത്ഥി, അത് ഞാൻ ഇവിടെ ഫോഴ്സിനെ മാത്രം മെൻഷൻ ചെയ്തല്ല പറയുന്നത്, നിങ്ങൾ PSC പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ അയച്ചിട്ടുള്ള എക്സാംസ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് ആ ആപ്ലിക്കേഷൻസ് അയച്ച എക്സാംസിന്റെ ഒക്കെ സിലബസ് PSCയുടെ സൈറ്റിൽ നിന്നും PDF ആയി ഡൗൺലോഡ് ചെയ്ത് അത് ഹാർഡ് കോപ്പി ആയിട്ട് പ്രിന്റ് എടുക്കുക. കോമൺ ആയിട്ടും PSC പരീക്ഷകളിലൊക്കെ എനിക്ക് തോന്നുന്നൊരു +2 ലെവൽ വരെയൊക്കെ സിലബസ് ഏകദേശം സെയിം ആണ്. ചിലയിടത്ത് മാത്രമേ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന കാറ്റഗറി വരുന്നുള്ളൂ. ഡിഗ്രി ലെവൽ വരുമ്പോഴേ കുറച്ചുകൂടി ഡീപ്പായിട്ട്,
അതായത് നോർമലി നമ്മളൊരു സാധാരണ PSC പ്ലസ് ടു ലെവൽ വരെ എടുത്തു കഴിഞ്ഞാൽ ഒരു 80% സിലബസ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ലെവലും പ്ലസ് ടു ലെവലും 10th ലെവലും എല്ലാം ഒന്നാണ്. ഡിഗ്രി ലെവൽ വരുമ്പോൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആദ്യം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. സിലബസ് പ്രിന്റ് ഔട്ട് എടുക്കുക, സിസ്റ്റമാറ്റിക് ആയിട്ട് അത് പരിശോധിച്ചതിന് ശേഷം കൃത്യമായിട്ട് പഠിക്കുക. ആദ്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പഠിച്ച് മാറ്റുക. പഠിച്ചു മാറ്റിയെന്ന് കരുതി പരീക്ഷ വരെ പിന്നെ അത് നോക്കാതിരിക്കരുത്. കൃത്യമായ റിവിഷനും വേണം. അത് ഓരോ ഉദ്യോഗാർത്ഥികളുടെയും സമയവും സാഹചര്യവും നോക്കി അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്, നിങ്ങൾക്ക് സിലബസ് കയ്യിലുണ്ട് എങ്കിൽ ഒരു 2 മാസം നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചു തുടങ്ങി അല്ലെങ്കിൽ പഠിച്ചു എങ്കിൽ, കൃത്യമായിട്ട് ആ സിലബസിലെ എല്ലാ ഏരിയയും നന്നായിട്ടൊന്ന് നോക്കി കഴിഞ്ഞു എങ്കിൽ, ഒരു 2 അല്ലെങ്കിൽ 3 മാസത്തോട് അടുക്കുന്ന സമയത്ത് നിങ്ങൾ അടുത്തതായി ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ. പരീക്ഷാ ഹാളില് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ തുറന്നു വെച്ച് നോക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന പേടി, നിങ്ങളുടെ ടെൻഷൻ, ഇതൊക്കെ കുറയ്ക്കണമെങ്കിൽ, നിങ്ങൾക്ക് തെറ്റെവിടെ പറ്റും എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രിന്റ് ഔട്ട് എടുക്കുക. ശേഷം ഒരു OMR തന്നെ, OMR ബുക്കുകളൊക്കെ ഇപ്പൊ ബുക്ക് സ്റ്റാളിലൊക്കെ അവൈലബിൾ ആണ്. ഈ OMR ബുക്കിൽ തന്നെ കൃത്യമായിട്ട് 100 മാർക്കിന്റെ 1.25 മണിക്കൂർ സമയം പരീക്ഷ എഴുതി പരിശീലിക്കുക. ഞാൻ പറഞ്ഞു, കുറച്ച് സിലബസ് കവർ ചെയ്തതിന് ശേഷം, അത് 1 മാസം കൊണ്ട് ഏരിയ കവർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ 1 മാസത്തിന് ശേഷം നിങ്ങൾ തുടങ്ങാം. പക്ഷെ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം തന്നെ OMR എക്സാം എഴുതാൻ നിൽക്കരുത്. ഒരു തുടക്കക്കാരൻ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം OMR എക്സാം എഴുതാൻ നിൽക്കരുത്. കുറച്ച് പഠിച്ചു മാറ്റിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് കടക്കാവൂ. നിങ്ങൾ ഇനി എത്ര പഠിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. PSC പരീക്ഷകളുടെ കൃത്യമായ പാറ്റേൺ മനസ്സിലാകണമെങ്കിൽ കൃത്യമായും നിങ്ങൾ PSC പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ OMR ചെയ്ത് തന്നെ പരിശീലിക്കണം. എങ്കിൽ മാത്രമേ ശരിയായ രീതിയിലുള്ള ഒരു പഠനം നിങ്ങൾക്ക് സാധ്യമാകും. ഇപ്പൊ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, സിലബസ്, OMR. പിന്നീട് ഈ സിലബസ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും സഹായം തേടുന്നുണ്ട് എങ്കിൽ, ആപ്പാണെങ്കിൽ ആപ്പ്, അല്ലെങ്കിൽ മറ്റ് സ്വയം പഠനമാണെങ്കിൽ എന്താണെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഈ ഒരു രീതിയിൽ പോയി എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജോലി എന്ന് പറയുന്ന ആ ഒരു സ്വപ്നത്തിന്റെ അടുക്കലേക്ക് എത്താൻ പറ്റൂ. ഇവിടെ നമ്മൾ കാണിക്കുന്ന ഡെഡിക്കേഷൻ എത്രമാത്രമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ റാങ്ക് എവിടെ ആയിരിക്കുമെന്ന് നിർണ്ണയിക്കപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ കൃത്യമായിട്ടും നിങ്ങൾ സിലബസ് പ്രിന്റ് എടുക്കുക. പഠനം ആരംഭിച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ, അതായത് 1 മാസം അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ കൃത്യമായിട്ട് ഡെയിലി 1.25 മണിക്കൂർ OMR എക്സാം മറക്കാതെ അല്ലെങ്കിൽ കൃത്യമായി ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പം നിലവിലൊരു സിസ്റ്റമാറ്റിക് സ്റ്റഡി വേണം എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ വരാനിരിക്കുന്ന ഫോഴ്സ് എക്സാമുകൾക്ക് വേണ്ടി ഉദ്യോഗാർത്ഥികളെ പ്രിപ്പയർ ചെയ്യിക്കുന്നതിനായി നിലവിൽ ബാച്ചുകൾ റണ്ണിങ് ആണ്. പഠിക്കേണ്ടതുപോലെ പഠിച്ച്, വേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ച്, കൃത്യമായി എക്സാമിന് മുമ്പ് തന്നെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു കോൺഫിഡൻസ് ലെവലിലേക്ക് നിങ്ങളെ എത്തിച്ച്, പ്രോപ്പറായിട്ടുള്ള ഒരു മെന്റർഷിപ്പ് തന്ന് പരമാവധി ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യിച്ച് നിങ്ങളെ പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുപോകാനും നല്ലൊരു റാങ്കിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയും ഈ ഒരു ബാച്ചുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെ, നല്ല കോൺഫിഡൻസോടു കൂടി തന്നെ നിങ്ങൾക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പഠനം നമ്മുടെ ഈ മെന്റർഷിപ്പിലൂടെ നിങ്ങൾക്ക് ഉറപ്പായും ലഭിക്കും. സ്പെഷ്യൽ ടോപ്പിക് ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് സ്പെഷ്യൽ ടോപ്പിക് ലഭിക്കും. അത് കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് സ്പെഷ്യൽ ടോപ്പിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. 20 മാർക്ക്, അതായത് ഓരോ ഫോഴ്സ് എക്സാം എടുത്തു കഴിഞ്ഞാലും യൂണിഫോം എക്സാം എടുത്തു കഴിഞ്ഞാലും അതിൽ 20 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. അപ്പൊ ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്കും കൃത്യമായിട്ട് നമ്മൾ കവർ ചെയ്യും. സ്പെഷ്യൽ ടോപ്പിക്കും കവർ ചെയ്ത് കഴിഞ്ഞാൽ 100 മാർക്കിന് എക്സാം എഴുതാൻ നിങ്ങൾ ഫുള്ളി പ്രിപ്പയർ ആയി കഴിയും. അപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും നമ്മുടെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ജോയിൻ ചെയ്ത് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. 100% ഉറപ്പ് തരുന്നു. നിങ്ങൾ ഡെഡിക്കേഷനോട് കൂടി പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായും നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ നൽകാൻ കഴിയുമോ അതെല്ലാം തന്നിരിക്കും. അപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചറിയാൻ വേണ്ടി വിളിക്കുക. അപ്പം പഠിക്കാൻ തുടങ്ങിയ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും 2026 തന്നെ നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ
ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എങ്കിൽ, പ്രയോജനപ്രദമായി എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.